ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ 4th ചാപ്റ്റർ മൂവിങ് ചാർജസ്. ഒരു ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും, ഇതാണ് നമുക്കിവിടെ കാണാനുള്ളത്. മൂവിങ് ചാർജിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ചാർജ് അറ്റ് റെസ്റ്റ്. ഒരു ചാർജ് അനങ്ങാതിരിക്കുമ്പോൾ അതിന്മേലുണ്ടാകുന്ന ഫോഴ്സുകൾ, ഫീൽഡുകൾ, പൊട്ടൻഷ്യലുകൾ, പൊട്ടൻഷ്യൽ എനർജി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. In this chapter we are going through what happens when a charge begin to move. അപ്പം ആദ്യമേ തന്നെ മനസ്സിലാക്കാനുള്ളത്, ഒരു ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ചാർജസ് ആർ ഇലക്ട്രിസിറ്റി. മൂവ് ചെയ്യുന്ന ചാർജുകൾ കറണ്ട് ഉണ്ടാകുന്നു, അതൊക്കെ എൻ്റെ റൊട്ടീൻ വകുപ്പുകൾ. ഇവിടെ പറയുന്നതല്ല. വെൻ എവർ എ ചാർജ് ബിഗൻ ടു മൂവ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. മൂവിങ് ചാർജസ് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. മൂവിങ് ചാർജുകളുടെ ഒരു വെറൈറ്റിയാണ് കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ഓക്കെ, അതിൽ ആദ്യം പഠിക്കുന്നത് ഈ കറണ്ടിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്, ഈ കറണ്ടിൻ്റെ ഈ മാഗ്നറ്റിസത്തിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്, ഈ മാഗ്നറ്റിസത്തിൻ്റെ വാല്യൂ എത്രയായിരിക്കും. മാഗ്നറ്റിസിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് we can use, there are many rules for it. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. നമ്മുടെ റൈറ്റ് ഹാൻഡ് ചുരുട്ടിപ്പിടിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് ഇങ്ങനെ നിവർത്തി ചുരുട്ടിപ്പിടിക്കുക. ഇഫ് ദി തമ്പ് റെപ്രസെൻറ്റ് ദി കറണ്ട് ഡിറക്ഷൻ, കറണ്ട് ഫ്ലോയിങ്, ചാർജ് ഫ്ലോയിങ് അഥവാ കറണ്ടിൻ്റെ ഡിറക്ഷൻ ആണെങ്കിൽ ദി കർവ്ഡ് ഫിംഗർ ഷോസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ഒരു കാരിയറിൽ ഈ കറണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇതിന് ചുറ്റും റിങ് പോലെ മാഗ്നറ്റിക് ലൈൻസ് ഫോം ചെയ്യുന്നു. റിങ് എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. റൈറ്റ് ഹാൻഡ് തമ്പ് മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻ ദി ഡിറക്ഷൻ. അപ്പോൾ കറണ്ട് എന്നെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. കറണ്ട് നിങ്ങളെ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാം. അപ്പോൾ ദിസ് ഈസ് ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഹോൾഡ് ദി റൈറ്റ് ഹാൻഡ് so that thumb in the direction of current. Thumb in the direction of current. Then all the curved fingers will give the magnetic field. ഇത്രയാണ് NCERT പറയുന്നതെങ്കിലും for the sake of entrance we have to extend this rule. ഒരിക്കൽ എങ്ങനെ ചോദിക്കുന്നു, ഒരു സ്ട്രെയിറ്റ് കാരിയർ കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇതിൻ്റെ മുകളിൽ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിക്കുന്നു, മനസ്സിലായോ? തമ്പ് കറണ്ട് ഡിറക്ഷനിൽ, ഈ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കുന്നു. ഇതാണ് അതിന് കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ പിടിക്കുന്നതൊക്കെ നല്ലത് ഇങ്ങനെയാണ്. ഫിസ്റ്റ് ഇതെവിടെയാണ്? ഇത് മുകളിൽ ഇങ്ങോട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങോട്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അപ്പോൾ ഞാൻ ഇതിങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ. സോ ദി ഫിംഗേഴ്സ് ആർ ഡൗൺ, ദെൻ കർവ് ഇറ്റ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 90 ഡിഗ്രിയിൽ. അപ്പോൾ ഈ ലൈൻസ് ഇങ്ങോട്ടാണ്, ബോർഡിൻ്റെ ഉള്ളിലേക്കാണ്. സോ ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദി മാഗ്നറ്റ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരുന്നു. സോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോയി പുറത്തേക്കൂടെ ഇങ്ങനെ വരും. കുറച്ചുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയല്ല പിടിക്കുന്നതിനേക്കാൾ എളുപ്പം അത് ഇങ്ങനെയാണ്. ഞാൻ ക്യാമറേനെ ഫേസ് ചെയ്ത് നിൽക്കാം, ഇങ്ങനെ. അതായത് കൈ നിവർത്തി പിടിക്കുക, ദെൻ 90 ഡിഗ്രിയിലാക്കുക. സോ ദിസ് ഈസ് ദി കറണ്ട് മാഗ്നറ്റിക് ഡിറക്ഷൻ ആൻഡ് തമ്പ് ഈസ് ദി കറണ്ട് ഡിറക്ഷൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വീണ്ടും കൺഫ്യൂഷൻ ഉണ്ട്. സപ്പോസ് ഐ ഹാവ് എ സർക്കുലർ കോയിൽ in which the current or charge is circulating just like this. കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ഏതാണ്? അപ്പോൾ നമ്മൾ ഈ റൂൾ തന്നെയാണ് ഉപയോഗിക്കുക. സിൻസ് ദി കാരിയർ ഈസ് കർവ്ഡ് വി വിൽ യൂസ് ദിസ് ഫിംഗേഴ്സ്. ഇത് മാത്രം നമുക്ക് മടക്കാൻ പറ്റുള്ളൂ. ദിസ് ഫിംഗേഴ്സ് ഫോർ ദി കറണ്ട് ആൻഡ് തമ്പ് ഫോർ ദി മാഗ്നറ്റിസം. നേരത്തെ പറയേണ്ട റിവേഴ്സ്. നേരത്തെ കറണ്ട് സ്ട്രെയിറ്റ് ആയപ്പോൾ തമ്പ് കറണ്ടിന് വേണ്ടി അസൈൻ ചെയ്തു. ഇവിടെ
കറണ്ട് കർവ്ഡ് ആയപ്പോൾ കർവ്ഡ് ഫിംഗേഴ്സ് അതിനുവേണ്ടി അസൈൻ ചെയ്തു. ഇനി എങ്ങനെ പിടിക്കണമെന്ന് നോക്കിയാൽ ഇതെങ്ങനെ പിടിക്കുന്നു. ഈ ഫിംഗേഴ്സ് ഈ ഡിറക്ഷനിൽ കർവ് ചെയ്യുമ്പോൾ തമ്പ് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. ഇങ്ങനെ തമ്പ് ഈസ് ഇൻ ടു ദി ബോർഡ്. തമ്പ് ഇൻ ടു ദി ബോർഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കും. മാഗ്നറ്റിക് ലൈൻസ് ആർ ഗോയിങ് ഇൻ ടു ദി ബോർഡ്. മാഗ്നറ്റിക് ലൈൻസ് ആർ ഗോയിങ് ഇൻ ടു ദി ബോർഡ്. Suppose I have a carrier in which the current is just like this. കറണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നു കറണ്ട് ഡിറക്ഷനിൽ. കറണ്ട് പോകുന്ന ഡിറക്ഷൻ റൈറ്റ് ഹാൻഡ് പിടിക്കുമ്പോൾ തമ്പ് പുറത്തേക്കാണ് വരുന്നത്. തമ്പ് പുറത്തേക്ക് വരുന്നത് അല്ലേ? ഇതിങ്ങനെ പിടിച്ചാൽ തമ്പ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസും ഇതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കൈകൾ മാറരുത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്താൽ വേറെ ഡിറക്ഷനാണ് കിട്ടുക. ഇറ്റ് ഇസ് നോട്ട് വാലിഡ് ഹിയർ. ദി മൂവിങ് ചാർജ് വിൽ ഒബേ ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി എന്തുമാത്രം മാഗ്നറ്റിസം ഉണ്ടാകും? ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് വൺ. ഹൗ മച്ച് മാഗ്നറ്റിസം വിൽ ഡെവലപ്പ് അറ്റ് ദാറ്റ് റീജിയൻ? ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ അനദർ ഫേമസ് റൂൾ കോൾഡ് ബിയോട്ട്-സവേർട്ട്സ് law. The amount of magnetism generated by a current carrier. The amount of magnetism generated by a current carrier is given by the ബിയോട്ട്-സവേർട്ട്സ് law. രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. ബിയോട്ട് എന്നും സവേർട്ട് എന്നും പേരായ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചെയ്ത ഒരു നിയമമാണ് ബിയോട്ട്-സവേർട്ട്സ് law. ഇവർ പറയുന്നത്, സപ്പോസ് യു ഹാവ് എ കാരിയർ. കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുക. യു ഹാവ് എ കാരിയർ. ഈ കാരിയറിലൂടെ ഐ എന്നൊരു കറണ്ട് കടന്നു പോകുന്നു. ഈച്ച് സെഗ്മെന്റ് ഓഫ് ദിസ് കാരിയർ വിൽ ക്രിയേറ്റ് മാഗ്നറ്റിസം. ഈച്ച് സെഗ്മെന്റ് വിൽ ക്രിയേറ്റ് ദി മാഗ്നറ്റിസം. അപ്പോൾ ഇവിടുത്തെ ഒരു മാഗ്നറ്റിസം ഉണ്ടാക്കുന്നത് ഇതിലത്തെ എല്ലാ സെഗ്മെന്റുകളും ചേർന്നാണ്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു സെഗ്മെന്റ് എടുക്കാം. എ സ്മോൾ സെഗ്മെന്റ് അല്ലെങ്കിൽ സ്മോൾ എലമെന്റ് ഓഫ് ലെങ്ത് dl. Small element of length dl. Okay, suppose we have a small element of length dl. ഈ എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിസം നേരെയാവണമെന്നില്ല. ആ എലമെന്റ് ഇവിടെ ഒരിക്കലുണ്ടാക്കുന്ന മാഗ്നറ്റിസം എത്രയാണ്? ചോദ്യം മനസ്സിലായല്ലോ. ഈ എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിസം എത്രയാണ്? അപ്പോൾ എലമെന്റിന്റെ നടുക്ക് നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു ഈ പോയിന്റിലേക്ക്. പി എന്ന പോയിന്റിലെ മാഗ്നറ്റിസം, അവിടെ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിസം dB. dl എന്ന ചെറിയ എലമെന്റ് ഉണ്ടായ മാഗ്നറ്റിസം കാരണം dB എന്ന് വിളിക്കുന്നു. dB ഈക്വൽസ് ഓർ dB പ്രപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ്. ഇതിലൂടെ കടന്നു പോകുന്ന കറന്റിന് ആനുപാതികമായിരിക്കും. ദി മാഗ്നറ്റിസം ഡെവലപ്ഡ് അറ്റ് P, number 1, proportional to, directly proportional to the current passing through the conductor. Number 2, it is proportional to length of the conductor. It is proportional to the length of the conductor, dl. 3, it is proportional to sin theta. Theta എന്ന് പറയുന്നത് sin theta. Theta is the angle. Theta is the angle made by the conductor and a line joining the midpoint of the segment, midpoint of the element and the required point. It is the angle made by the current carrier and the line drawn from the midpoint of the element to that point. Carrier in the center അല്ല കേട്ടോ, നമ്മളെടുത്ത എലമെന്റ് ആണ് ഇവിടെ. എലമെന്റ് കൊണ്ടുണ്ടായ കറണ്ട് ആണിത്. മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ എലമെന്റിന്റെ ആണ്, മൊത്തം കാരിയർ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് വേറെ കൺസെപ്റ്റുകൾ പിന്നെ വരും. ആ സ്മോൾ എലമെന്റ് കൊണ്ട് ഇവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൈൻ, ദി ആംഗിൾ മെയ്ഡ് ബൈ ദി എലമെന്റ് ആൻഡ് ദി ലൈൻ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് എലമെന്റ് ടു ദി പോയിന്റ്. അതിൻ്റെ sin theta. And it is inversely proportional to square of the distance between the midpoint to the point, d square. This is the
by d square. അപ്പോൾ ഇതാണ് ബിയോട്ട്-സവേർട്ട് ലോയുടെ 4 കണ്ടീഷൻസ്. The magnetic field created by a small current carrying element is directly proportional to the current passing through the element. Number 2, directly proportional to the length of the element. Number 3, directly proportional to the sine of the angle made by the element and the line from the center of the element to the point, and inversely proportional to the distance between the center and the point, center of the element to the point. ഇത് ഒരുമിച്ച് ചേർത്ത് എഴുതി എങ്ങനെ വരും? dB proportional to IDL sin theta divided by d square. ചില പുസ്തകം ആർ സ്ക്വയറിന് എഴുതാറുണ്ട്. ആറോ ഡിയോ എന്തായി എഴുതിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ റൈറ്റ് എനിത്തിങ്. എനിക്ക് എൻ്റെ NCERT ടെക്സ്റ്റിൽ അത് 6 എന്നാണ് തോന്നുന്നു. അങ്ങനെ നമുക്ക് ആർ സ്ക്വയറിന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ആർ സ്ക്വയർ. Then we have to change the proportionality, so we will write dB equals a constant into ideal sin theta divided by r square. Ideal sin theta divided by r square. Constant depends on system of unit. പല system of unitലും constant പല വിലകളാണ്. Suppose we are using the SI system. നമുക്ക് പഠിക്കാനുള്ള SI system ആണ്. SI system ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ this will be equal to mu 0 by 4 pi into IDL sin theta divided by r square. 4 അറിയാം, പൈ അറിയാം, mu 0. mu 0 is ശരിക്കും mu ആണ് വരിക, mu 0 അല്ല, mu എന്ന് എഴുതിയാൽ മതി. mu is called permittivity. Permeability. Mu is called permeability. Okay, mu ഇനി ഡീറ്റെയിൽ പഠിക്കണം. മ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എപ്സിലോണിന് പകരം ഇവിടെയുള്ള സാധനമാണ്. അപ്പം മ്യൂവിൻ്റെ പല വാല്യൂകൾ ഒക്കെ നമുക്ക് പിന്നെ കാണാം. തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. dB equals mu by 4 pi into ideal sin theta. Mu is a constant called, mu is a value, depends on medium. Constant പറയാൻ പറ്റില്ല. Mu is called permeability of the medium. Okay, mu is the permeability of the medium. ഇനി അടുത്തത് അപ്പോൾ SI സിസ്റ്റം മാത്രം നമുക്ക് പഠിച്ചാൽ മതി, മറ്റൊന്നും വേണ്ട. എപ്പോഴെങ്കിലും B വേണമെങ്കിൽ instead of the dB, small b, and I have a long conductor, if we want to see B equals integral mu by 4 pi I sin theta by r square dl. അപ്പോൾ ലെങ്ത്തിന് പറ്റിയ ലെങ്ത്തിൻ്റെ തുടക്കം അവസാനമൊക്കെ അവിടെ കൊടുത്ത് ചെയ്യണം. ഇത് വെച്ച് അധികം പ്രോബ്ലം ഒന്നും പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നില്ല. ഈ ഇക്വേഷൻ മാത്രമേ ചോദിക്കുകയുള്ളൂ നോർമലി. ഓക്കെ, സോ ദിസ് ഇസ് ദി ബിയോട്ട്-സവേർട്ട് ലോ. ദാറ്റ്സ് ഇനഫ്. ഇനി നമുക്ക് മ്യൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്സ്, വാട്ട് ഈസ് മ്യൂ, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. Mu, the permeability is a quality of the medium to permit the magnetic lines. ഒരു മീഡിയത്തിന് മാഗ്നറ്റിക് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ എപ്സിലോൺ പഠിച്ചിട്ടുണ്ട്. പെർമിറ്റിവിറ്റി, ഇലക്ട്രിക്കൽ ലൈനെ കടത്തിവിടാനുള്ള കഴിവിനെ പെർമിറ്റിവിറ്റി എന്നും മാഗ്നറ്റിക് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവിനെ പെർമിയബിലിറ്റി എന്നും വിളിക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചു എപ്സിലോൺ is split into epsilon 0, epsilon r. Relative permittivity, absolute permittivity. Permittivity of a material is the absolute permittivity into relative permittivity. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു permeability is divided into mu 0, mu r. Mu 0 is the absolute permeability. Mu r is the relative permeability. Mu 0 is a constant. Mu r varies according to the material. പല മെറ്റീരിയലിനും ഇത് പല വിധത്തിൽ വരുന്നു. mu 0യുടെ വില it is 4 pi into 10 raised to minus 7 ആണ്. mu 0യുടെ വില 4 pi into 10 raised to minus 7 വെബർ
per ampere per meter. Weber per ampere per meter. Mu 0 is 4.10⁻⁷ is a constant. Mu r depends on material. എയറിന് നമ്മൾ എപ്സിലോൺ ആർ 1 എന്ന് പറഞ്ഞ പോലെ തന്നെ mu r-ൻ്റെ വില 1 ആണ്. ഫോർ എയർ mu r is treated as 1. ബാക്കി എല്ലാ മെറ്റീരിയലിനും ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് mu 0-നെ കുറിച്ച് പഠിക്കാനുള്ളത്. Now, next, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ബി. ഇലക്ട്രിക് ഫീൽഡ് ഇ പോലെ തന്നെ ഒരു സ്ഥലത്തുള്ള ഒന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ബി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ല. ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് mu 0/4π നേരത്തെ എഴുതിയത് തന്നെ ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വെച്ച് ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് അടുത്ത ചാപ്റ്ററുകളിലും വരും, അവിടെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ബേസ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ യൂണിറ്റ് ടെസ്ല എന്ന് മാത്രം പഠിക്കുക. വരും ചാപ്റ്ററുകളിൽ അത് വളരെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. Now come to the next topic, that is the forces on a moving charge. The forces playing on a moving charge. That is the next topic. Forces on a moving charge. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചാർജ് അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ടാക്കും. എ ചാർജ് അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സോറി 1 minute. നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ്. ഐ ആം പ്ലേസിങ് എ ചാർജ് ക്യൂ ദർ. ഒരു ഓൾറെഡി ഉള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഒരു ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദി ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വിച്ച് ഇസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എ ചാർജ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിക്കൽ ഫോഴ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഫോഴ്സ് ഓർ ഇലക്ട്രിക്കൽ ഫോഴ്സ് വിച്ച് ഇസ് ഗിവൺ ബൈ ക്യൂ ഇ. ഫോഴ്സ് ഇസ് ഇലക്ട്രിക് ക്വാണ്ടിറ്റി, ഇലക്ട്രിക്കൽ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ക്യൂ ഇ. അപ്പോൾ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെ സൂക്ഷിക്കുക. ചാർജ് മൂവ് ചെയ്താലും മൂവ് ചെയ്തില്ലെങ്കിലും ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫോഴ്സ്. ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് എ ചാർജ് വിൽ ക്രിയേറ്റ് എ ഫോഴ്സ് വെൻ ഇറ്റ് ഈസ് മൂവിങ്, വെൻ ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത ടോപ്പിക് വരുമ്പോൾ മനസ്സിലാവും ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഇനി വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോഴെന്തുണ്ടാകുന്നു? ഓക്കെ, സോ ദാറ്റ് ഈസ് അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, വെൻ ഇറ്റ് ഈസ് റെസ്റ്റ് there is no interactions. മാഗ്നറ്റിക് ഫീൽഡിലെ അനങ്ങാതിരിക്കുന്ന ചാർജിന് ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ റെസ്റ്റിലായാലും ഫോഴ്സ് ഉണ്ടായി, മൂവിങ് ആയാലും ഫോഴ്സ് ഉണ്ടായി. ആരെ? ഇലക്ട്രിക് ഫീൽഡിൽ. മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ, റെസ്റ്റിലാണെങ്കിൽ നോ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. പക്ഷേ മൂവിങ് ആണെങ്കിൽ അവിടെ വീണ്ടും ഒരു ഫോഴ്സ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ചാർജിന് ഫോഴ്സുകളുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ, ഇതേപോലെ തന്നെ F ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B. ദി ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B. ഓക്കെ, അപ്പോൾ പറഞ്ഞെന്താണ് നെറ്റ്ഷെൽ? whenever a electric field moves, whenever a charge moves in an electric field, it will experience a force. Whenever a charge is at rest in an electric field, it will experience a force. റെസ്റ്റിലായാലും മൂവ് ചെയ്താലും ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ഇനി മാഗ്നറ്റ്സിലേക്ക് വരിക. whenever a charge
At rest in a magnetic field, there is no force. Whenever a charge is moving in a magnetic field, there is a force given by. കണ്ടുകൂടെ വെലോസിറ്റി വരുന്നുണ്ട്. അനങ്ങാണ്ട് നിന്നാൽ വെലോസിറ്റി ഇല്ല, there is no force. അനങ്ങി തുടങ്ങിയാൽ വെലോസിറ്റി ഉണ്ട്, there is a force. V cross B. ഓക്കെ, F equals. അപ്പോൾ റെസ്റ്റിലുള്ള ആൾക്ക് ഇതിങ്ങനെ പരീക്ഷയ്ക്ക് ആവശ്യം വരാറുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. റെസ്റ്റിലുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിസിറ്റി QE ഉണ്ട്. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിസം ഇല്ല. ടോട്ടൽ ഫോഴ്സ് ഈക്വൽസ് QE മാത്രം. റെസ്റ്റ് ഉള്ള ഒരാൾക്ക്. മൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മൂവിങ് ചാർജ്, അതാണ് ശരിക്കും ഈ ചാപ്റ്റർ. മൂവിങ് ചാർജ് ആൾക്ക് എന്തൊക്കെയുണ്ട്? ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ട്. ആൾക്ക് ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ട്. എത്ര? QE. ആൾക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ആൾക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിസം എത്ര? Q ഇൻറ്റു V ക്രോസ് B. അപ്പോൾ അയാളുള്ള ടോട്ടൽ ഫോഴ്സ് എത്ര? ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദി ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഈക്വൽസ് QE പ്ലസ് Q ഇൻറ്റു V ക്രോസ് B. ശരിക്കും ഈ ഒരൊറ്റ ഇക്വേഷൻ മതി. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ഇല്ലാത്ത കാരണം ഈ പീസ് ഇല്ല, ഇത് മാത്രം. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇതില്ല, അപ്പോൾ ഇത് മാത്രം. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇതില്ല, ഇത് മാത്രം. ഓക്കെ, സോ ഇതിങ്ങനെ മാറി മാറി നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റണം. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫോഴ്സിനെ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. The force experiencing by a charge, the force experiencing by a charge when it is in electric fields or when it is in magnetic fields or when it is both electric and magnetic fields, when it is at rest, when it is at movement. അപ്പോഴേക്കുണ്ടാകുന്ന ഫീൽഡിനെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ലോറൻസ് ഇലക്ട്രിക്കൽ ഫോഴ്സ്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്, ടോട്ടലി ലോറൻസ് ഫോഴ്സ്. ആശയങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, now come to the next concept. ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എത്രയാണ്? ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ എ കറണ്ട്, അത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഒരു കറണ്ട് ക്യാരിയറിന് ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുള്ളൂ. ഞാൻ ഒരു കണ്ടക്ടർ എടുത്തു. കണ്ടക്ടർമാരുടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. ഇതെല്ലാം ഞാൻ പറഞ്ഞ ചോദ്യം. സപ്പോസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ നിയർ ബൈ ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ വെച്ചു. സോ ദി കാരിയർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്. സോ ദി കാരിയർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. കാരിയർ പതുക്കെ നീങ്ങാൻ തുടങ്ങും. ദാറ്റ്സ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ. ദി കാരിയർ ബിഗിൻ ടു മൂവ്. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F ഈക്വൽസ് I ഇൻറ്റു L ക്രോസ് B. F equals I into L cross B. അല്ലെങ്കിൽ അതിങ്ങനെ എഴുതാറുണ്ട്, F equals BIL sin theta, where theta is the angle between the current carrier and magnetic field. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കറണ്ട് കാരിയർ, ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. നൗ ദി ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ദിസ് കാരിയർ ഈസ്, മോട്ടറിലൊക്കെ 90 ഡിഗ്രിയാണ്, പിന്നെ കാണാം. ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ദി കാരിയർ. എന്തുകൊണ്ടാണ് കാരിയറിന് ഒരു ഫോഴ്സ് ഉണ്ടാവാൻ തുടങ്ങിയത്? കാരിയർ പതുക്കെ നീങ്ങുത്ര അവിടെ നിന്ന്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു മാഗ്നറ്റിൻ്റെ അടുത്തിരിക്കുന്ന ഒരു വയറ് വെറുതെ അവിടെ ഇരിക്കുകയാണ്. കറണ്ട് വന്നാൽ ഉടനെ തന്നെ ഈ വയർ പതുക്കെ നീങ്ങാൻ തുടങ്ങും. അത് പറയുന്നത് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് നീങ്ങിയത്? കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നോക്കൂ, ഞാൻ ആദ്യമേ തന്നെ ഒരു കാരിയർ വെച്ചു.
ഈ കാരിയർ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു കുഴപ്പമില്ല, അതവിടെ ഇരിക്കുന്നു. കാരിയറിലേക്ക് ഞാൻ കറണ്ട് കൊടുത്ത ഉടനെ തന്നെ കറണ്ട് കാരിയറുകളൊക്കെ മാഗ്നറ്റിസം ഉണ്ടാക്കുന്നതിന് ചുറ്റും. കറണ്ട് കാരിയേഴ്സ് വിൽ ജനറേറ്റ് മാഗ്നറ്റിസം. അപ്പോൾ ഇയാളുണ്ടാക്കിയ മാഗ്നറ്റിസവും ഞാനിവിടെ ഓൾറെഡി വെച്ച മാഗ്നറ്റിസവും ഉണ്ട്. രണ്ട് മാഗ്നറ്റ് വന്നാൽ ഒന്നുകിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ട്. അനങ്ങാണ്ടിരിക്കുന്ന പ്രശ്നമില്ല. സപ്പോസ് ബോത്ത് ആർ ഇൻ സെയിം ഡിറക്ഷൻ ദർ വിൽ ബി എൻ അട്രാക്ഷൻ, അപ്പോൾ ഒരു വശത്തേക്ക് നീങ്ങും. ഇഫ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ടൈപ്പ് ദർ വിൽ ബി എ റിപ്പൾഷൻ, അപ്പം മറുവശത്തേക്ക് നീങ്ങും. എനിഹൗ ഓൾറെഡി മാഗ്നറ്റിസം ഉണ്ട്, അതിലേക്ക് ഞാൻ കാരിയറിനെ കടത്തി വെച്ചു. കാരിയറിലേക്ക് കറണ്ട് കൊടുത്തപ്പോൾ കാരിയറും മാഗ്നറ്റിസം ഉണ്ടാക്കി. രണ്ട് മാഗ്നറ്റിസം തമ്മിൽ ഒന്നുകിൽ തല്ലായി അല്ലെങ്കിൽ സ്നേഹമായി, അവ നീങ്ങാൻ തുടങ്ങും. സോ എ കറണ്ട് കാരിയർ placed in a magnetic field will experience a force it is calculated by BIL sin theta. ഒരുപാട് പ്രോബ്ലംസ് ഇത് ചോദിക്കുന്ന കൺസെപ്റ്റാണ്. ഇപ്പോൾ ട്രെയിൻ ഓടുന്നു, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ട്രെയിൻ ഓടുമ്പോൾ ട്രെയിനിൻ്റെ വീലുകൾ നീങ്ങുമ്പോൾ അവിടെ എത്ര മാഗ്നറ്റിസം ഉണ്ടായി? ഒരു ഫ്ലൈറ്റ് ആകാശത്തോടെ പോകുന്നു, എത്ര മാഗ്നറ്റിസം അവിടെ ഇൻഡ്യൂസ് ചെയ്തു? കാരണം മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഫ്ലൈറ്റ് നീങ്ങുമ്പോൾ ചിറകുകൾ ഇങ്ങനെ നീങ്ങുമ്പോൾ ചിറകുകളുമേൽ എത്ര മാഗ്നറ്റിസം ഉണ്ടായി, എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി? ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ്. സോ ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. അതിൻ്റെ റീസണും നമ്മളിവിടെ പറയുന്നു. നൗ കം ടു ദി നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് ദി അഗൈൻ എ സ്റ്റഡി ഓഫ് പെർമിയബിലിറ്റി. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പെർമിയബിലിറ്റി എന്താണെന്ന് പഠിച്ചു. അതുപോലെ പെർമിയബിലിറ്റി ഈക്വൽസ് μ0 μr ആണെന്ന് പഠിച്ചു. അതുപോലെ പെർമിറ്റിവിറ്റി പഠിച്ചു. അത് ഫ്രീ സ്പേസ് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും നമ്മൾ പഠിച്ചു. ഈ മ്യൂ ആൻഡ് ഇ ആർ ക്ലോസ്ലി റിലേറ്റഡ്. മ്യൂ ആൻഡ് ഇ ആർ ക്ലോസ്ലി റിലേറ്റഡ്. എന്താണ്? മ്യൂ ഇൻറ്റു ഇ ഈക്വൽസ് 1/c². സി എന്ന് പറഞ്ഞാലാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദി പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി, ഒരു മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി ഇൻറ്റു പെർമിറ്റിവിറ്റി ഇസ് ദി ഇൻവേഴ്സ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഒന്ന് കൂടിയാൽ മറ്റേത് കുറയുമെന്നുള്ളത് ഉറപ്പാണ്. ചില മെറ്റീരിയലിന് പെർമിയബിലിറ്റി കൂടുതലാണ്, അപ്പോൾ പെർമിറ്റിവിറ്റി കുറവാണ്. ഫോർ എക്സാമ്പിൾ അയൺ ഈസ് ഹൈലി പെർമിയബിൾ. മാഗ്നറ്റ് ഉണ്ടാക്കുന്നവരൊക്കെ ഹൈലി പെർമിയബിൾ, ബട്ട് ഇറ്റ് ഈസ് കനോട്ട് ബി യൂസ്ഡ് ടു മേക്ക് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റർ ഉണ്ടാക്കുന്നവർ ഇ ആണ് കൂടുതൽ വേണ്ടത്, അവരൊരിക്കലും മാഗ്നറ്റിസം ജനറേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എപ്പോഴും തല്ലാണെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരികയാണ്. ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള മൂവ്മെൻറ്റുകളെ കുറിച്ചാണ്. മൂവ്മെൻറ്റുകൾ നമ്മൾ പറഞ്ഞു, ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഫോഴ്സ് ഈക്വൽസ് Q ഇൻറ്റു V ക്രോസ് B. ഇവയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും, അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 3 ഡയമെൻഷണൽ കൺസെപ്റ്റാണ്, അതുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റാവുന്നതും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിലെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? V is a vector, B is a vector. So what is the direction of the force? നമുക്കറിയാം ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക? സോ ക്രോസ് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച അതിൻ്റെ ഇടയിൽ നമുക്കൊരു റൂള് പഠിക്കാനുണ്ടായിരുന്നു. ആ റൂള് ഒരു മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരികയായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എന്നാലേ ശരിക്കും ഈ ഫോഴ്സ് മനസ്സിലാവുള്ളൂ. ഈ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. Fleming's left. So the Fleming's left hand rule gives the direction of the force, the Lorentz force. Lorentz force in the quantity nammal paranju, that is the Lorentz force equals F equals
Q into V cross B. So in which direction this force acts? How it can be calculated? Lorentz electrical force in prashnanulla. Lorentz electrical force equals QE. So it will be in the same direction of E. The force and E will be, electric field will be in the same direction. Lorentz electric field. But Lorentz magnetic field is a vector product. So the direction we have to calculate. For that we are using the Fleming's left hand rule. So it must be very clear about this left hand rule. But Lorentz force then associated in all forces calculate. Hold your left hand. Hold your left hand so that thumb, first finger, second finger, 3 fingers. Okay, first finger, second finger, thumb. Then hold it in the mutually perpendicular direction. Thumb, then the second finger angana thana nirthi, first finger, third finger ne munnilekku eduthu. മനസ്സിലായില്ലേ? ഇങ്ങനെ വെച്ചു. ഫസ്റ്റ് ഫിംഗറും തമ്പും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. പിന്നെ വരുന്നത് സെക്കൻഡ് ഫിംഗർ, കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കണം നിങ്ങൾ. സെക്കൻഡ് ഫിംഗർ ഞാൻ മുന്നിലേക്ക് എടുത്തു. നൗ ഇറ്റ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ദെൻ ഇഫ് ദി ഫസ്റ്റ് ഫിംഗർ ഫീൽഡ് magnetic field, second finger the movement velocity, which direction the electrons or charged particles are moving. Then the thumb gives the force. Thumb engotte nikkunnu aa direction lana ee force act cheyyuka. മനസ്സിലായോ? ഫസ്റ്റ് ഫിംഗർ ഫീൽഡ്, സെക്കൻഡ് ഫിംഗർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യണം, സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു പ്രോട്ടോൺ, നമ്മുടെ കറണ്ട് ഇലക്ട്രോണിൻ്റെ ഡിറക്ഷനിൽ ഇലക്ട്രോണിക് കറണ്ട്, അതിന് ഓപ്പോസിറ്റാണ് കൺവെൻഷണൽ കറണ്ട് എന്ന് ഞാൻ പലതവണ പഠിപ്പിച്ചതുണ്ട്. ഇലക്ട്രോണിൻ്റെ ഡിറക്ഷൻ ഇലക്ട്രോണിക് കറണ്ട്, കൺവെൻഷണൽ കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രോൺ. അപ്പോൾ ഒരു കാര്യം ചെയ്തൊരു ഇലക്ട്രോൺ മുകളിലേക്ക് പോകുന്നതെന്ന് കരുതുക. ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ കറണ്ട് താഴേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ദി വെലോസിറ്റി, കറണ്ടിൻ്റെ ഡിറക്ഷൻ താഴേക്ക്. ഓക്കെ, സെക്കൻഡ് ഫിംഗർ കറണ്ട് ഡിറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത്, നോർത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഡിറക്ഷനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോൺ വരുന്നത് താഴേക്ക്. ആ ഇലക്ട്രോണിന് ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രോൺ മുകളിലേക്ക് പോകുമ്പോൾ കറണ്ട് താഴേക്ക് എന്ന് അസ്യൂം ചെയ്യുന്നു. സോ ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. ദാറ്റ് മീൻസ് ദി ഇലക്ട്രോൺ വിൽ ഡൈവേർട്ട് ടു ദിസ് ഡിറക്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന ഇലക്ട്രോൺ, നമുക്ക് പ്രോട്ടോൺ ആണ് പറയാൻ എളുപ്പം. അപ്പോൾ പ്രോട്ടോൺ വെച്ച് പറഞ്ഞോളൂ. പ്രോട്ടോൺ താഴേക്ക് വരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. സോ ഫീൽഡ് ഇൻ ദി ഡിറക്ഷൻ, താഴേക്ക് വരുന്ന പ്രോട്ടോൺ പതുക്കെ ഇങ്ങോട്ട് തിരിയും. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം, കാരണം പ്രോട്ടോണിൻ്റെ ഡിറക്ഷൻ ഇതാണ്. ആ വിരൽ ഇങ്ങോട്ട് പിടിച്ചു. അപ്പോൾ നമുക്ക് ഫോഴ്സ് മുകളിലേക്കാണ്, പ്രോട്ടോൺ മുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിക്കണം. പ്രോട്ടോൺ മുകളിലേക്ക് വരുമ്പോൾ പ്രോട്ടോൺ മേലുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ്, പ്രോട്ടോൺ ഇങ്ങോട്ട് തിരിയും. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ താഴേക്ക് വന്ന പ്രോട്ടോൺ പതുക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ദി പ്രോട്ടോൺ വിൽ മേക്ക് സർക്കിൾസ്. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ പലരും ചോദിക്കാറുണ്ട്, ഈ ഫീൽഡിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ടാണ്, താഴേക്കുള്ള ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ കൈ പിടിച്ച് ഇതൊക്കെ നമുക്ക് ചെയ്യണം. ഇനി MCQ ചെയ്യുമ്പോൾ അത് കൂടുതൽ കാണാൻ പറ്റും. Anyhow, we'll say that the charged particle rotates perpendicular to the field. ഇങ്ങനെ നിൽക്കുന്ന ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഐദർ എ ക്ലോക്ക് വൈസ് ഓർ എൻ ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ നോക്കണം. പ്രോട്ടോൺ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇലക്ട്രോൺ ആണെങ്കിൽ ഇങ്ങനെ തിരിയുന്നു. ഓക്കെ, സോ ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. കൺസെപ്റ്റ് മനസ്സിലായോ? അതാണ് ഫ്ലെമിങ്സ് റൂള്. സോ ഫസ്റ്റ് ഫിംഗർ ഫീൽഡ്, സെക്കൻഡ് ഫിംഗർ ദി മോഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. വെലോസിറ്റി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, മോഷൻ ഓഫ് പാർട്ടിക്കിൾ. സോ ദി ഫോഴ്സ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന അടുത്തൊരു ഭാഗം, ഈ പ്രോട്ടോണോ ഇലക്ട്രോണോ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർ എനി സർക്കുലേറ്റിംഗ് ബോഡി ഇറ്റ് നീഡ്സ് ദി സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഹൂ വിൽ ഗിവ് ദി സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഇലക്ട്രോൺ ഇങ്ങനെ വട്ടം തിരിയണമെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടോൺ വട്ടം തിരിയണമെങ്കിൽ പ്രോട്ടോണിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ അഗെയിൻ നമ്മൾ പറയുന്നു ദി ലോറൻസ് ഫോഴ്സ് വിൽ സപ്ലൈ ദി നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv² by r.
will be equal to Q V cross B. Q V cross B. ഇനി രണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കുക. വി ക്രോസ് ബി വി ക്യാൻ റൈറ്റ് എസ് വി ബി സൈൻ തീറ്റ. ഓക്കെ, വി ബി സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. ക്യൂ വി ബി സൈൻ തീറ്റ. ഒരു സിറ്റുവേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പാർട്ടിക്കിൾ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പാർട്ടിക്കിൾ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. സോ ദി ആംഗിൾ തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് പിന്നെ സൈൻ തീറ്റ എഴുതേണ്ട കാര്യമില്ല. We will write mv square by r equals qvb, or r equals mv square by qvb. ഒരു v കട്ട് ചെയ്ത് കഴിഞ്ഞാൽ mv by qb. r equals mv by qb. മനസ്സിലായോ? r equals mv by qb. r is the radius of the circle. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ 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 ഇതിന് ചുറ്റും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സർക്കിൾസ്, ഇറ്റ് വിൽ മേക്ക് സർക്കിൾസ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എം വി ബൈ ക്യൂ ബി. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർക്കിളിൻ്റെ റേഡിയസ് എം വി ബൈ ക്യൂ ബി. ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ഇതിൻ്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എത്രയായിരിക്കും. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ടൈം പീരീഡ് എത്രയാണ്. നമുക്ക് റേഡിയസിന് ടൈം പീരീഡ് കാണാൻ പറ്റും. ടൈം പീരീഡ് ഈക്വൽസ് ഒരു ഫുൾ സർക്കിൾ തിരിയുമ്പോൾ ടൈം പീരീഡ് ഈക്വൽസ് 2πr ഡിവൈഡഡ് ബൈ ദി വെലോസിറ്റി. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഒരു ഫുൾ സർക്കിൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr ഡിവൈഡഡ് ബൈ ദി വെലോസിറ്റി വിൽ ഗിവ് ദി ടൈം. റേഡിയസിന് അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. റേഡിയസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ വി. റേഡിയസിന് എം വി ബൈ ക്യൂ ബി. വി ഗെറ്റ്സ് ക്യാൻസൽ 2πm by qb. ടൈം പീരീഡ്. ഇതിനെ സൈക്ലോട്രോൺ മോഷൻ എന്ന് വിളിക്കും. ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊജക്റ്റ് ഇഞ്ചക്ട് ചെയ്ത് വിട്ട പാർട്ടിക്കിൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ സൈക്ലോട്രോൺ മോഷൻ എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് ദി സൈക്ലോട്രോൺ പീരീഡ്. ദിസ് ഈസ് ദി സൈക്ലോട്രോൺ റേഡിയസ്. ചിലപ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി പരീക്ഷ ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി ദറ്റ് ഈസ് 1/10. So it will be equal to qb by 2πm will give the cyclotron frequency. ഇത് മൂന്ന് നമുക്ക് ആവശ്യമുള്ള കൺസെപ്റ്റുകളാണ്. ഓക്കെ, മനസ്സിലായോ? ആൻഡ് ദിസ് കൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ, ഹൈ വെലോസിറ്റി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാക്കുന്നതിന് സൈക്ലോട്രോൺ ഉപയോഗിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പം പറഞ്ഞതിന് പകരം ദിസ് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. പാർട്ടിക്കിൾ നേരെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചെറിയ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് കരുതുക. പാർട്ടിക്കിളിന് ചെറിയൊരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓക്കെ, ഫോഴ്സിൻ്റെ ഡിറക്ഷൻ, മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പിടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇൻക്ലൈൻഡ് പൊസിഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഇതിൻ്റെ വെലോസിറ്റീനെ ഞാൻ രണ്ട് കമ്പോണൻ്റാക്കി മുറിക്കുന്നു. ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട്, സപ്പോസ് ദിസ് ഈസ് ദി തീറ്റ, ദിസ് വിൽ ബി വി കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി വി സൈൻ തീറ്റ. വി കോസ് തീറ്റ ആൻഡ് വി സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് വി സൈൻ തീറ്റയിലെ ഒരു പാർട്ടിക്കിൾ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന പോലെ നമുക്ക് വിചാരിക്കാൻ പറ്റും. അപ്പോൾ ആ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും? സാധാരണ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. ബി ക്യു വി സൈൻ തീറ്റ. അതിൽ അല്ലേ ബി ക്യു ക്രോസ് ബി വി എന്നോ അങ്ങനെ എഴുതാം, ബി ക്യു വി ക്രോസ് തീറ്റ. ഇതിലിപ്പോൾ എന്തുണ്ടായി? ഈ വെലോസിറ്റിയാണ് മാറിയത്. വെലോസിറ്റി വി മാറിയിട്ട് വി സൈൻ തീറ്റയായി. സോ എം വിക്ക് പകരം വി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽസ് ബി ക്യു വി സൈൻ തീറ്റ. So it will be mv square sin square theta by r equals bqv sin theta. ഒരു സൈൻ തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ mv square sin theta by r equals bqv. ഒരു v വേണമെങ്കിൽ കട്ട് ചെയ്യാം, vയും കട്ട് ചെയ്യാം. സോ r equals bq by mv sin theta.
നേരത്തെ കിട്ടിയത് ബി ക്യൂ ബൈ എം വി മാത്രമായിരുന്നു. ഇവിടെ കിട്ടുന്നത് ബി ക്യൂ ബൈ എം വി സൈൻ തീറ്റ. ആ എം വി സൈൻ തീറ്റയിൽ ഈ പർട്ടിക്കുലർ റേഡിയസിൽ ഇത് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ സൈക്ലോട്രോൺ റേഡിയസ് ഇത്. പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ സൈൻ തീറ്റ വിൽ ബി 90 ബി ക്യൂ ബൈ എം വി. പെർഫെക്റ്റ് സർക്കിളായിട്ട് കറങ്ങും. മറ്റേതാവുമ്പോൾ ഇങ്ങനെ കറങ്ങണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് സാധാരണ പോലെ. പിന്നെ സർക്കിളിന് റേഡിയസിന് വ്യത്യാസമുണ്ട്. തീറ്റ അവിടെ വരുന്നുണ്ട്, റേഡിയസ് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. അത് കാരണം ഓരോ പ്രാവശ്യം ഇങ്ങോട്ട് കറങ്ങുമ്പോഴും ഇതിനെ പതുക്കെ പതുക്കെ വെലോസിറ്റി കാരണം ഇറ്റ് വിൽ അറ്റൈൻ എ ഫോർവേഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ അത് ഇങ്ങനെ 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 കറങ്ങിപ്പോകും. ഇറ്റ്സ് കോൾഡ് ഹെലിക്സ് ഷേപ്പ്. ഹെലിക്സ് ഷേപ്പ്, സർക്കിള് സ്പ്രിങ് പോലെ വലിച്ചു നീട്ടിയ പോലെ. ഒരു റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഡ്യൂ ടു ദി വി കോസ് തീറ്റ, ഇവിടെ പ്രൊജക്ടൈൽ പഠിക്കുന്ന പോലെ വി കോസ് തീറ്റ, ഇറ്റ് സ്ലൈറ്റ്ലി മൂവ്സ് ഫോർവേഡ്. അഗെയിൻ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് 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 ഇത് പോകുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് മൂവ്മെൻറ്റ് പഠിക്കണം. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാർട്ടിക്കിൾ വന്ന് വീഴുമ്പോൾ പെർപെൻഡിക്കുലർ വന്ന് വീണാൽ എങ്ങനെ ഇറ്റ് വിൽ മേക്ക് റിങ്സ്. ഇൻക്ലൈൻഡ് ആയിട്ട് വീണാൽ എങ്ങനെ ഇറ്റ് വിൽ മേക്ക് ഹെലിക്സ്. ദി റേഡിയസ് വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ദിസ് ഫോർമുല. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഒക്കെ ഇനി നിങ്ങൾ ചെയ്യാവുന്നുള്ള പീരീഡ് കാണുക. സെയിം കൺസെപ്റ്റ് അത് ഉപയോഗിക്കുന്നു. സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലൊരു കാര്യം കൂടിയും പഠിച്ചാൽ ഇത് കഴിയും. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ, എ ഡിവൈസ് കോൾഡ് സൈക്ലോട്രോൺ. അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നോക്കി വെക്കാം. പാർട്ടിക്കിളുകളുടെ സ്പീഡ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സൈക്ലോട്രോൺ. ചില ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് we need certain particles of high velocity. അപ്പോൾ എങ്ങനെയാണ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂട്ടുക? ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ, ആ പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഡ്യൂട്രോൺ ഏതെങ്കിലും ആയിട്ട് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്? ഓക്കെ, അത് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് പെട്ടെന്ന് വളരെയധികം കൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ how we will do it. ചോദ്യം മനസ്സിലായല്ലോ? അതിന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു ലീനിയർ ആക്സിലറേറ്റർ. പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂട്ടാൻ വേറെ വഴികളൊന്നുമില്ല. ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിളിനെ ഇവിടെ വയ്ക്കും. ഇവിടെയായിട്ട് ഒരു പ്ലേറ്റ്, അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നു. ഒരു പ്ലേറ്റിൽ ഇവിടെ പോസിറ്റീവ് മാത്രം വെച്ചാലും മതി. അതായത് ഇവിടെ വരുന്നത് ഇപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺ ആണെന്ന് കരുതാം. ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഇവിടെ നിൽക്കുമ്പോൾ ഇതിവിടെ നീങ്ങിയിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്. ദിസ് ഈസ് ഗിവൺ എ പോസിറ്റീവ് ചാർജ്, എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ഡ്യൂ ടു ദിസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ദിസ് പാർട്ടിക്കിൾ മൂവ്സ് ഫാസ്റ്റർ, ആക്സിലറേറ്റ്സ്. ആ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യും, സ്പീഡ് കൂടി വരും. സ്പീഡ് കൂടി വരുന്ന സമയത്ത് ഇവിടം വരെ എത്തുന്ന നേരത്ത് നമ്മൾ ഇതങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ആ സ്പീഡിൽ ഇങ്ങനെ പോകും. ഇങ്ങനെ ഇരിക്കുന്ന കുറേ കുഴലുകളാണ്. ഈ കുഴലിലേക്ക് പൊട്ടൻഷ്യൽ കൊടുക്കും. ഈ കുഴലിലേക്ക് പൊട്ടൻഷ്യൽ കൊടുത്ത ഉടനെ തന്നെ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ തന്നെ ഇലക്ട്രോൺ വീണ്ടും സ്പീഡ് കൂടി ഇവിടെ എത്തും. ഇവിടെ എത്തുന്നിടത്ത് ഇത് മാറ്റിയിട്ട് ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ സ്പീഡ് കൂടി ഇങ്ങനെ സ്പീഡ് കൂടി നമുക്ക് ആവശ്യമുള്ള സ്പീഡിലേക്ക് അതിനെ എത്തിക്കും. പണ്ട് സർക്കസിൽ ഹിപ്പോപ്പൊട്ടാമസിനെ ഒരു പഴക്കൊല കാണിച്ച് നിങ്ങൾ നടത്തുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ പഴക്കൊല കാണിച്ച് ഇവിടെ എത്തുമ്പോൾ വീണ്ടും നടന്നു. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് അതിൻ്റെ പിന്നാലെ നടന്നു വരിക. പലരും പലപ്പോഴും ഇപ്പോഴും ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഇല കാട്ടിയിട്ട് ആടിനെ നടത്തുകയെന്ന് പറയും. അതേപോലെ നമ്മൾ സ്പീഡ് കൂട്ടുക. പക്ഷേ ഈ ഇൻസ്ട്രുമെൻ്റ് മനുഷ്യന് അത്യാവശ്യമായിരുന്നു സ്പീഡ് കൂട്ടാനായിട്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഫെയിലിയർ, നമ്മൾ വിചാരിച്ചൊരു സ്പീഡിലെത്താനായിട്ട് ഇത് ഭയങ്കര നീളം വേണം. എത്രയാണെന്നറിയോ? 27 കിലോമീറ്റേഴ്സ്. 27 കിലോമീറ്റർ പൈപ്പ് ഉപയോഗിച്ചാലാണ് നമുക്ക് വിചാരിച്ചൊരു സ്പീഡിലേക്ക്, ഒരു ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റിൻ്റെ സ്പീഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോഴത്തെ മനുഷ്യൻ ആലോചിക്കുന്നതാണ് 27 കിലോമീറ്റർ ന്യൂക്ലിയർ പൈപ്പുകൾ ഇടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി റിസ്കി. റേഡിയേഷൻ ഒന്നും പുറത്ത് വരാതെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ ഇത് ഈ പൈപ്പുകൾ ഇടാൻ പറ്റും? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ സൈക്ലോട്രോൺ കൺസെപ്റ്റ് വരുന്നത്. ഈ പൈപ്പുകളൊന്ന് വളച്ച് റിങ് ആക്കുക. അപ്പോൾ അവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കൺസെപ്റ്റ് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് ഡി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഡീസ് എന്ന് വിളിക്കും. 2 ഡികൾ. ഒരു ഡി ഇങ്ങനെ നിൽക്കുന്നു. അത് വലുതാക്കി ഞാൻ വരയ്ക്കാം. ചോദ്യങ്ങൾ എൻട്രൻസിന് വരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ വിഷമിച്ച് പഠിക്കേണ്ട സംഭവമൊന്നുമില്ലാത്ത കാരണം ഞാൻ കഥ പറയുന്ന പോലെ പറയുന്നു. 2 ഡികൾ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഈ ചോറുപാത്രത്തിൻ്റെ പകുതി പോലെ കൂട്ടിയാൽ മതി. പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന തള്ളി നിൽക്കുന്ന ഒരു ബോക്സ്, ഡി ഷേപ്പിലുള്ള ഒരു ബോക്സ്, ഇവിടെ കസാട്ട വരുന്ന ബോക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ബോക്സ് ഈ ഷേപ്പിലുണ്ട്. അങ്ങനെ കണ്ടോ. ദെൻ ഇവിടേക്ക് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കാൻ പറ്റും. എ സി ആണ് കൊടുക്കുക. എ സി സപ്ലൈ കൊടുക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെയാണ് വരച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഡീസിൻ്റെ ഉള്ളിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണുള്ളത്. ദെൻ എന്ത് സംഭവിക്കുന്നു? നമ്മളൊരു പാർട്ടിക്കിളിനെ ഇതിൻ്റെ അകത്തേക്ക് ഇവിടെയായിട്ട് കടത്തിവിടും. ഇവിടെ ഒരു പാർട്ടിക്കിളിനെ വയ്ക്കും. ആരെയാണ് സ്പീഡ് കൂട്ടുന്ന പാർട്ടിക്കിളിനെ സെൻറ്ററിൽ വയ്ക്കും. ആൻഡ് ദിസ് ഡി, ഒരു ഡീനെ പോസിറ്റീവാക്കിയിട്ടും ഒരു ഡി നെഗറ്റീവായിട്ടും കൊടുക്കും. ഉടനെ തന്നെ ഈ പാർട്ടിക്കിൾ എന്തുണ്ടാകും? സ്ട്രോങ് അട്രാക്ഷൻ അങ്ങോട്ട്, റിപ്പൾഷൻ ഇങ്ങോട്ട്, അല്ലേ? ഇത് നെഗറ്റീവ് പാർട്ടിക്കിളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്യില്ലേ? ഈ പാർട്ടിക്കിൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. സ്പീഡപ്പ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കടന്ന ഉടനെ തന്നെ നമ്മൾ ഈ ഫീൽഡ് കട്ട് ചെയ്യുന്നു. ഇതിനകത്ത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തേക്ക് 90 ഡിഗ്രിയിൽ കടന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും? വട്ടം കറങ്ങും. സോ ഇറ്റ് വിൽ മേക്ക് എ സർക്കിൾ. ഫുൾ സർക്കിളിന് ഇവിടം വരെ എത്തുന്നു. ഇവിടം വരെ എത്തിയ സമയത്ത് നമ്മൾ ഇത് പ്ലസ് ആക്കും. ദിസ് വിൽ ബി നെഗറ്റീവ്. ഒരു ഫ്രീക്വൻസി ഷിഫ്റ്ററൊക്കെ വെച്ച് അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബി പ്ലസ് കാണുമ്പോൾ ഈ പാർട്ടിക്കിൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് വരും. സ്പീഡ് കൂടും. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ നമ്മൾ കണ്ടു ദി റേഡിയസ് mv/bq. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ റേഡിയസ് കൂടും. ഭയങ്കര സ്പീഡുള്ള കാരണം കൂടുതൽ റേഡിയസിൽ ഇവൻ കറങ്ങി വിടുന്നു. ഇവിടെ എത്തിയ സമയത്ത് ഇത് പോസിറ്റീവാക്കും, ഇത് നെഗറ്റീവാകും. അപ്പോൾ ഇയാൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് കിടക്കും. ഈ സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി വരും. കറങ്ങും തോറും അതിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും. ഈ റീജിയനിൽ വളയിൽ മാത്രമേ ഉള്ളൂ. ഈ ഗ്യാപ്പിൽ അതൊക്കെയാണ് എൻട്രൻസ് ചോദിക്കാറ്. ഈ ഡിയുടെ 2 ഗ്യാപ്പിൽ സ്പീഡപ്പ്, ആക്സിലറേറ്റിംഗ്. പക്ഷേ ഇവിടെ എല്ലായിടത്തും എന്താ ചെയ്യണേ? ഇറ്റ് ഈസ് ബെൻഡിങ്, അല്ലേ? ഇങ്ങനെയുള്ള 2 കൺസെപ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച സ്പീഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുന്നിടത്ത് വിചാരിച്ച സ്പീഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് റിമൂവ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കറങ്ങാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ പാർട്ടിക്കിൾ പുറത്തേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ നല്ല സ്പീഡ് കിട്ടി. അപ്പോൾ നേരത്തെ 26 കിലോമീറ്റർ ഓടിച്ചതിന് പകരം കുറച്ച് സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യിക്കാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് സൈക്ലോട്രോൺ. അപ്പോൾ സൈക്ലോട്രോണിൻ്റെ പ്രധാനപ്പെട്ടതാണ് 2 ഡികൾ. ഇവർക്ക് എ സി സപ്ലൈ കൊടുക്കാൻ പറ്റുന്നു. എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റർ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് മൈനസ് മാറ്റാൻ പറ്റുന്നു. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സെൻറ്ററിൽ വയ്ക്കുന്ന പാർട്ടിക്കിൾ പ്ലസ്സോ മൈനസോ ആകാം. അതിൻ്റെ പൊളാരിറ്റി നോക്കിയിട്ട് അങ്ങോട്ട് ഓടുന്നു. ഡിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ വട്ടം കറങ്ങുന്നു. പുറത്ത് കിടക്കുമ്പോഴത്തേക്കും ഇവിടെ ഓപ്പോസിറ്റ് പൊളാരിറ്റി വന്നിട്ടുണ്ടാകും. സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ സ്പീഡ് വീണ്ടും കൂടുന്നു. വലിയ റിങ്ങിൽ കറങ്ങുന്നു. വീണ്ടും സ്പീഡ് കൂടുന്നു. കുറച്ചുകൂടി വലിയ റിങ്ങിൽ കറങ്ങുന്നു. റിക്വയർഡ് സ്പീഡ് ആകുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇജക്റ്റഡ് ഔട്ട്. ഒരിക്കൽ പരീക്ഷ ചോദിച്ചു, ഇതെന്നാണ് സൂത്രം കണ്ടാലും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? ഹൈ ഡിസഡ്വാൻറ്റേജ്. ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് ഓടി? ഇത് പോസിറ്റീവ് പ്ലേറ്റായി, ഇയാൾ നെഗറ്റീവായ കാരണമല്ലേ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആക്സിലറേറ്റ് ഓൺലി ചാർജ്ഡ് പാർട്ടിക്കിൾ. നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സപ്പോസ് യു വാണ്ട് ടു ആക്സിലറേറ്റ് എ ന്യൂട്രോൺ. ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ഒരു എന്താ പറയുക, ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂട്രോൺ ആവശ്യം വന്നു കഴിഞ്ഞാൽ ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ്. ഈ മെത്തേഡ് പറ്റില്ല. ഓൺലി ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാൻ ബി മൂവ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ വേ. ഓക്കെ, ഇതാണ് സൈക്ലോട്രോണിൻ്റെ അപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫോഴ്സ് ആൻഡ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ആണുള്ളത്. ദാറ്റ് ഐ വിൽ ഡു ഇൻ ദി നെക്സ്റ്റ് ഡേയ്സ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.